എവരിവൺ, റിപ്പോർട്ടർ സ്പോർട്സ് വീണ്ടും എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഗോളാരവത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കേന്ദ്രത്തിലേക്ക് തന്നെയാണ്. ജയേഷ്, എവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്? നമ്മളിപ്പോൾ ചെല്ലാനം ബസാറിലാണുള്ളത്. ഒരുപാട് ഫുട്ബോൾ ആരാധകരുണ്ട്, ഫുട്ബോളേഴ്സ് ഉണ്ട്, ഒരുപാട് സന്തോഷ് ട്രോഫി ഫുട്ബോളേഴ്സ് ഉയർന്ന സ്ഥലമാണ്. ഉറപ്പായിട്ടും ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷനിലേക്ക് വരെ എത്തി നിൽക്കുന്ന കുട്ടികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൂടെ അവർ ചേരുകയും ചെയ്യും. ജേഷ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ ഈ തിരമാലകൾ കാണുമ്പോൾ നമുക്ക് മറ്റൊരു തിരമാല, ഫുട്ബോൾ തിരമാല കൂടി മെക്സിക്കോയിലാണ് ഈ ലോകകപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഈ തരം തിരമാലകൾ നമുക്ക് അവിടെയും കാണാൻ കഴിയും. നമുക്കിപ്പം ആരാധകർ റെഡിയാണ്, ഫുട്ബോൾ കളിക്കാറുണ്ട്, യുവതലമുറയുണ്ട്. ഇനിയും ധാരാളം ചെല്ലാനത്തിൻ്റെ പ്രശസ്തി തുടരാൻ വേണ്ടി കഴിയുന്ന യുവതലമുറ റെഡിയാണ്. അവർക്കൊപ്പമാണ് നമ്മൾ ഇപ്പോൾ ഈ എപ്പിസോഡിൽ ചേരാൻ പോകുന്നത് അല്ലേ? നേരെ നമുക്ക് ആരാധകരുടെ ആവേശത്തിലേക്ക് പോകാൻ തോന്നുന്നു. സിറ്റി ബസാർ ഫുട്ബോൾ ക്ലബിലെ ആരാധകരാണ് നമുക്ക്. ആരോമില്ലല്ലോ അർജന്റീന അത് വരട്ടെ, അർജന്റീനയുടെ ജേഴ്സി കെട്ടത്ര ഉഷാറില്ലെങ്കിൽ പിന്നെ ലോക ചാമ്പ്യന്മാരായിട്ട് നിൽക്കുകയാണ്. അടുത്ത 4ാമത്തെ കപ്പടിക്കാൻ ആവേശം. കഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയ സമയത്ത് അവിടെ ഒരുപാട് CR7 ഫാൻസ്, ബ്രസീൽ ഫാൻസ് ആയിരുന്നു. അപ്പൊ അർജന്റീന ഫാൻസ് എന്തുകൊണ്ട് കുറയുന്നു പറഞ്ഞു. ഞാൻ അപ്പൊ പറഞ്ഞിരുന്നു നമ്മൾ ഇനി പോകാൻ പോകുന്നത് അർജന്റീനയുടെ കോട്ടയിലേക്കാണെന്ന്. തീർച്ചയായിട്ടും നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ് കണ്ടത്. ഒരു വലിയ കട്ടൗട്ട് കണ്ടു മെസ്സിയുടെ. എത്ര അടി ഉയരത്തിലാണ് നിങ്ങൾ ആ ഒരു കട്ടൗട്ട് തയ്യാറാക്കുന്നത്? അത് 25 അടി. ബാക്കി എല്ലാ ടീം അംഗങ്ങളെയും ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടല്ലേ? വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പൊതുവിൽ ഇവിടുത്തെ ഒരു അർജന്റീന ആവേശം എങ്ങനെയാണ്? നല്ല രീതിക്ക് പോകുന്ന ആവശ്യം തന്നെയാണ്. അവിടെ ഫ്ലക്സിന്റെ കൂട്ടത്തിൽ തന്നെ അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞ് നെയ്മറുടെ ബ്രസീലിന്റെ ജേഴ്സിട്ടൊരു ഫ്ലക്സും വെച്ച് കണ്ടു. അതെന്താ അങ്ങനെ? നമുക്ക് നെയ്മറിനുള്ള ഇഷ്ടം കൊണ്ടിട്ട് നെയ്മർ മച്ചാണല്ലോ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഇനിയത്തെ കാര്യങ്ങൾ ജയേഷ്? ആരാണ് ആ കട്ടൗട്ടൊക്കെ ചെയ്ത്? ആരായിരുന്നു പേര്? ജോപ്പൻ. ജോപ്പൻ. എങ്ങനെയാണ് അത്രയും വലിയൊരു കട്ടൗട്ടൊക്കെ ഉണ്ടാക്കാനുള്ള അത്രയും കടുത്ത ആരാധകൻ തന്നെയാണ്? എല്ലാ വർഷവും ചെയ്യണം. ഇവിടെ പൊതുവിൽ എങ്ങനെയാണ് ഒരു ഫുട്ബോൾ ആവേശം എങ്ങനെയാണ്? അതായത് താങ്കളൊരു പഴയ തലമുറയുടെ കൂടി പ്രതിനിധിയാണല്ലോ, പുതിയ ആൾക്കാർ വരുന്നുണ്ടല്ലോ, ആ ആവേശം അതേപോലെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടോ? കുറേ കളിക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അവരൊക്കെയാണോ മാതൃക? അപ്പം എങ്ങനെയാണ് പുതിയ തലമുറയോട് പറയാനുള്ളത്? നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആരാണ് ഇത്തവണയും കപ്പ് വിട്ടുകൊടുക്കില്ല, അങ്ങനെയാണോ? അതെ, ഇത്തവണയും കപ്പ് നമുക്ക് തന്നെയാണ്. പറയാൻ കഴിയില്ല. 17ഓളം താരങ്ങൾ നമുക്ക് കപ്പടിച്ച് തന്ന താരങ്ങൾ ആ ടീമിലുണ്ട്. അപ്പോൾ പ്രതീക്ഷ തന്നെയാണല്ലേ? അതെ, ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷയോടല്ല, ഈ പ്രാവശ്യം നമുക്ക് തന്നെയായിരിക്കും കപ്പ്. വെല്ലുവിളി മറുഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ടീമിൽ നിന്ന് ഉയരാൻ സാധ്യതയുണ്ടോ? പോർച്ചുഗൽ. അപ്പോൾ ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടു നെയ്മർ നമ്മുടെ മച്ചാമച്ചയാണ്, പക്ഷേ റൊണാൾഡോ അടിക്കുന്നതിൽ സന്തോഷം കാണുമോ? ഇല്ല, നെയ്മർ അടിച്ചാൽ റൊണാൾഡോ അടിക്കരുത്. അപ്പൊ എന്താണ് മറൈൻ ഡ്രൈവിൽ നമ്മൾ കണ്ടത്? റൊണാൾഡോ അടിക്കരുത്, പക്ഷേ വേണ്ട ഒരു അദ്ദേഹം ഒരു ഇതിഹാസ താരമായിട്ട് കരുതപ്പെടുന്നതല്ല. അപ്പം എന്തായാലും നമ്മുടെ മെസ്സി ഒരെണ്ണം അടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഇപ്പം റൊണാൾഡോ ഒരെണ്ണം കൊണ്ടുപോകുന്നതിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഗോട്ട് ഡിബേറ്റിലെ ഒരു ചർച്ച വരുമെന്നുള്ളതുകൊണ്ട് തന്നെയാണോ ഇപ്പൊ ഏകപക്ഷീയമായിട്ട് മെസ്സിയാണ് നിൽക്കുന്നതെന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്? മെസ്സിനെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അപ്പോൾ അതാണ് വിഷയം. മെസ്സി മാത്രം മതി ഒരു ഇതിഹാസം ഗോട്ട് പദവിയിൽ. ഒരുപക്ഷെ ലോകകപ്പ് എടുത്തു കഴിഞ്ഞാൽ CR7 കൂടി അതിലേക്ക് വന്നേക്കും. അതാണ് ഇവരുടെ ആശങ്ക എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്കിനി എന്താ, ഒപ്പം തന്നെ ഇവിടുന്ന് ഒരുപാട് പ്ലേയേഴ്സ് ഇവിടുന്ന് ഒരുപാടുണ്ട്, പരിശീലകർ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏതൊക്കെയോ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത കുട്ടികളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആരൊക്കെയാ ഉള്ളത്? ഇവിടുന്ന് കേരള റെപ്രസെൻ്റ് ചെയ്ത് ഫോഴ്സിൻ്റെ ഇതിൽ കേരള റെപ്രസെൻ്റ് ചെയ്ത കുട്ടികളാണ് ഇവർ. ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ചെല്ലാനം ഈ ഏരിയയിലും കൊച്ചിയിൽ നിന്നും പങ്കെടുത്ത കുട്ടികളാണ്. അപ്പോൾ ഫുട്ബോൾ ആവേശം വുമൻസിൻ്റെ ഇടയിലും വളരെ വലിയ തോതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അർജൻറ്റീന, മെസ്സി, ഈ പറഞ്ഞ പോലെ നെയ്മർ, അങ്ങനെ ഫാൻസ് അല്ലാതെ അവർക്കിടയിലും വേൾഡ് കപ്പ് നല്ല രീതിയിൽ ആവേശത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അവർ കട്ടൗട്ട് വെച്ചേക്കുന്ന അറിഞ്ഞിട്ട് അവരിവിടെ വന്ന് കാണുകയും ഇവരുടെ ഒരു ആവേശത്തിൽ പങ്കുചേരുകയും ഉണ്ടായത്. മാച്ചുകളൊക്കെ കാണാനുണ്ടാവും ഉറപ്പായിട്ടും. പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആണ്. അപ്പോൾ ഏതാണ് ഫേവറേറ്റ് ടീം? അപ്പോൾ ഇവിടെ അവിടെ ഒരു ഭിന്നതയുണ്ട്, വ്യത്യസ്തരായിട്ടുള്ള ആരാധക കൂട്ടം ഉണ്ടെന്ന് തോന്നുന്നു വിമൻസിന്റെ ഇടയിൽ. അതെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഗെയിമിലേക്ക് പോകാൻ തോന്നുന്നു. ഓക്കെ അല്ലേ? ഗെയിമിലേക്ക് പോയാലോ? ഗെയിമിൽ വിജയികൾക്ക് ഫുട്ബോൾ സമ്മാനമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ജയേഷ്, ഇവിടെ വന്നപ്പോഴേ നമ്മൾ മെസ്സിയെക്കുറിച്ചാണ് ചർച്ച ചെയ്ത് തുടങ്ങിയത്. ഒരു കുഞ്ഞു മെസ്സിയെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതെ. എന്താ പേര്? മെസ്സി തന്നെ. ആരാ പേരിട്ടത് ചോദിച്ചിട്ടുണ്ടോ? പപ്പ അർജന്റീനയുടെ ആരാധകനാണോ? പപ്പ ഇവിടെ ഉണ്ടോ? അടുത്തുണ്ടോ? ജോലിക്ക് പോയേക്കാ? അപ്പോൾ ക്ലാസ്സിലൊക്കെ എങ്ങനെയാ കുട്ടികളൊക്കെ എങ്ങനെയാ, സഹപാഠികളൊക്കെ എങ്ങനെയാ? മെസ്സി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ആവേശമാണോ? അവർ പേര് വിളിക്കത്തില്ലേ? ഫുൾ നെയിം പറഞ്ഞു. മാർട്ടിനോ മെസ്സി. അപ്പോൾ അതും വേണമെങ്കിൽ ഒന്ന് ക്ലബ് ചെയ്യാം. അപ്പോൾ എന്തായാലും കുഞ്ഞു മെസ്സി, നെയ്മറും ഇവരൊക്കെ ഉണ്ടോ? നെയ്മറും
റൊണാൾഡോ ഒക്കെ ഉണ്ടോ? നിങ്ങൾ ഫാൻ ഫൈറ്റ് ഒക്കെ ചെയ്യാറുണ്ട്? അപ്പൊ നമുക്ക് ഇവിടുത്തെ ആദ്യ മെസ്സിക്ക് തന്നെ കൊടുത്തേക്കാം. അതെ അതെ, നമ്മളെ ആദ്യത്തെ ബോൾ നമ്മളെ ഇവിടുത്തെ മെസ്സിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ആദ്യ പന്ത് കുഞ്ഞു മെസ്സിക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ കൂട്ടുകാരുമായിട്ട് കളിക്കണം കേട്ടോ. ഹാപ്പി ആയല്ലോ. ഇനി ഏതെങ്കിലും ഫ്രാൻസിലോ വേറെ ഏതെങ്കിലും കുഞ്ഞ് ഫ്രാൻസിലേക്ക് ആൾക്കാരുണ്ടെങ്കിൽ വരാം, കടന്നു വരാം. അപ്പൊ എന്തായാലും റൊണാൾഡോനെ നെയ്മറിനെയൊക്കെ കൂട്ടണം കളിക്കാൻ ഈ ബോൾ വെച്ച്. എല്ലാവരും ഒരുമിച്ചല്ലേ കളിക്കുക? ഓക്കെ അല്ലേ? സന്തോഷമായോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് മത്സരങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ജഗ്ലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ മുൻപ് പോയ ഏരിയ പോലെയല്ല, ഇവിടെ ഒരുപാട് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് തന്നെ ഉണ്ട്. ജഗ്ലിംഗ് ഒക്കെ ഒരുപാട് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ജഗ്ലിംഗ് മത്സരത്തിലേക്കാണ്. വരൂ. ചെല്ലാത്ത മത്സരങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ജഗ്ലിംഗ് മത്സരമാണ്. കൂടുതൽ സമയം ആര് ജഗിൾ ചെയ്യുന്നു കൗണ്ട് ചെയ്യാം. കൂട്ടുകാർക്ക് വേണ്ടി കൗണ്ട് ചെയ്യാം. പുറകിൽ നിന്ന് തെറ്റിക്കരുത്. ഏറ്റവും കൂടുതൽ ആരാ ചെയ്യുന്നത് അവർക്ക് ഈ ബോൾ സമ്മാനമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. പേര്? അപ്പൊ തുടങ്ങാം. ഇനി അടുത്ത ആളാ. ഓക്കേ, വെൽ ഡൺ. അപ്പൊ എബിൻ 28 ആണ് എബിൻ ചെയ്തിട്ടുള്ളത്. 28. ഓക്കേ, അതിന് മുകളിൽ 28 മുകളിൽ അവർക്ക് ബോൾ ഉണ്ടാവും. അപ്പൊ ഇഷ്ടപ്പെട്ട അർജന്റീനയാണ് ഇഷ്ടപ്പെട്ടത്. 28 കിക്കുകൾ. അടുത്ത ആരാണ് വരുന്നത്? അപ്പൊ അടുത്ത താരം പേര്? ഫെബിൻ തോമസ്. കളിക്കാറുണ്ട്? അടുത്ത ആൾക്ക് കടന്നു വരാം. ധൈര്യപൂർവ്വം വരാം. കമോൺ മിലൻ ആരാ? മിലൻ വരൂ. മിലന് ഭയങ്കര ഫാൻ ഫേസ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. സപ്പോർട്ട് മെസ്സിക്ക് പോലും കിട്ടൂല കേട്ടോ. ഇത്രയും സപ്പോർട്ട് മെസ്സിക്ക് പോലും കിട്ടൂല. അല്ല, ജീൻസ് ആയതിന്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഒരു ട്രൂ പ്ലെയറെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല. നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, റെഡി. കൈയടി. മെസ്സിയുടെ പന്ത് വെച്ചാണ്, സ്വന്തം പന്ത് വെച്ചാണ് ജഗിൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇത് വിജയ് ആരാ എണ്ണിയിരുന്നോ? എബിനല്ലേ കൂടുതലായിട്ട്? എബിൻ വാ. അപ്പൊ 28 തവണ. കൺഗ്രാറ്റുലേഷൻസ്. പുതിയ പന്ത്. പന്ത് വിജയായ എബിനുള്ള ആദ്യ മത്സരത്തിലെ വിജയ്, നമ്മുടെ ചെല്ലാനത്തെ ആദ്യ മത്സരത്തിലെ വിജയ് എബിൻ. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ താരങ്ങളുടെ ജേഴ്സിയിലൊരു കൗതുകം ഉണ്ടായിരുന്നു വേട്ടാ. വേണ്ട സെനോറ്റോ ഡ്രഗ്സ്. എന്താണ് ഈ ജേഴ്സി? ഈ വേണ്ട എന്താണ്? ഇപ്പം ലഹരിയിൽ ഏർപ്പെടുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അതിൽ നിന്ന് നമ്മൾ മാറ്റി സ്പോർട്സിലേക്ക് ഇൻക്ലൂഡ് ആക്കുന്ന ഒരു ഇതാണ് വേണ്ട. അങ്ങനെയാണ് പ്രോജക്റ്റ് വേണ്ട ഇത് സംരംഭം തുടങ്ങിയേക്കണത്. ആരാണ് ഈ ഇനിഷ്യേറ്റീവിൻ്റെ പിന്നിൽ? നമ്മുടെ കേരളത്തിലെ പ്രോജക്റ്റാണ് പ്രോജക്റ്റ് വേണ്ട. നമ്മൾക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു NGO ആണ്. ഫോർത്ത് വേ ഫൗണ്ടേഷൻ എന്നാണ് NGOയുടെ പേരിൽ. കേരളത്തിൽ 10 വർഷമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഫ്രീ എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ ആൻറ്റി ഡ്രഗ് അവയർനെസ് സെഷൻസ് ചെയ്യാറുണ്ട്. കുട്ടികളെ കഴിവിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ, ഓൾട്ടർനേറ്റീവായിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ലഹരിയിലേക്ക് പോകാതെ മറ്റ് അവരുടെ കഴിവുകളെ ഫോക്കസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പ് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇതുപോലെ കുട്ടികൾ അവരെ കട്ടൗട്ട് വെക്കുമ്പോഴും അവർ ഈ പറഞ്ഞ പോലെ ഒരു ലൈവ് കാണുമ്പോഴും അവരുടെ ഈ പറഞ്ഞ ആരാധിക്കുന്നവർ, ഇൻസ്പയർ ചെയ്യുന്നവർ ഓരോ മേഖലയിലേക്ക് മാറുമ്പോൾ ലഹരി എന്നുള്ള സാധനം ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ നിന്ന് മാറുക. അപ്പോൾ അത് തന്നെ ബേസ് ചെയ്താണ് പ്രോജക്റ്റ് വേണ്ട കുട്ടികൾക്ക് ഫുട്ബോൾ ഫോക്കസ് ചെയ്യുന്നതും കലാകായികപരമായിട്ടുള്ള ഫോക്കസ് ചെയ്യുന്നതും. അത് കഴിവുകൾ ലഹരി ആകട്ടെ, മറ്റ് ലഹരികളൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി നോ പറയട്ടെ എന്നുള്ള ആശയം കൊണ്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് വേണ്ട. സർക്കാർ തന്നെ ഇടപെട്ടിട്ട് ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ, അതോ നിങ്ങൾ സ്വന്തം? ഞങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യാറുള്ളത്. അപ്പോൾ അല്ലാത്ത സ്കൂളുകളിൽ ചെയ്യാറുണ്ട്. കുട്ടികൾ അവരുടെ ഈ ചുറ്റുപാട് സേഫാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്യുന്നതാണ്.
കുട്ടികളെന്ന് പറയുമ്പോൾ കുട്ടികളെ മാത്രം ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല. അവരുടെ ചുറ്റുപാടും വരുന്ന പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ ചുറ്റുപാടിലുള്ള ഈ പോലീസ് അങ്ങനെയുള്ളവർക്കെല്ലാം ആൻറ്റി ഡ്രഗ് അവയർനെസ് സെഷൻസും കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അമ്മമാർ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു കുടുംബശ്രീയോ അല്ലെന്നാണെങ്കിൽ ഈ പറഞ്ഞ കുടുംബത്തിൽ ഗ്യാദർ ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കാം, ചിലപ്പോൾ ഒരു വയലിൽ ഇരിക്കുന്ന പ്രോഗ്രാം ആയിരിക്കാം. നമ്മൾ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി സെഷൻസ് എടുക്കുക എന്നുള്ളൊരു ആശയമായിട്ടും പോകുന്നുണ്ട്. കാരണം കുട്ടികൾ ചുറ്റുപാട് സേഫാക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, സ്പോർട്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ അവരെ അവയർനെസ് സെഷൻ ആയിക്കോട്ടെ, അതെല്ലാമാണ് കണ്ടക്ട് ചെയ്ത് പോകും. ഇപ്പോൾ തന്നെ വേൾഡ് കപ്പ് വന്നപ്പോൾ തന്നെ കുട്ടികൾ ഭയങ്കര ആവേശമാണ്. അവർക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ഒരു ടൈം കിട്ടില്ല. അപ്പോൾ അവരുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കഴിവ് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൽ തന്നെ വേണ്ട കപ്പ് എന്ന് പറഞ്ഞ ടൂർണമെൻറ്റ് ഇയർലി നടത്തുന്ന 8 വർഷമായിട്ട് നടത്തുന്ന, അതിൽ കളിച്ച ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്. ഫുള്ളായിട്ട് അവർക്കൊരു സ്പോർട്സ് ഗിയേഴ്സ് പ്രൊവൈഡ് ചെയ്ത് നടത്തുന്നതാണ്. അപ്പോൾ ആ ഒരു ടൂർണമെൻറ്റിൽ പോലും കുട്ടികൾ വരുമ്പോൾ ആ ചുറ്റുപാടിൽ അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഓക്കെ ആയി കഴിയുമ്പോൾ അവർ ഈ ലഹരിയിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് സ്പോർട്സിൽ ഇത്രയും, കേരളത്തിൽ തന്നെ സ്പോർട്സിൽ ഏറ്റവും ഹരമുള്ള ഒരു സ്പോർട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോളാണ് ഏറ്റവും ഹരമായിട്ടുള്ളത്. അതാണ് ഫുട്ബോൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഇയർലി ടൂർണമെൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ ചെല്ലാൻ മറ്റൊരു മാതൃക കൂടി സൃഷ്ടിക്കും. ഉറപ്പായിട്ടും ഗംഭീര ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ മത്സരത്തിലേക്ക് കിടക്കാം. സ്പോർട് ക്വിസ് ആണ്. ആര് ഉത്തരം പറയുന്നോ അവർക്ക് സമ്മാനം കൊടുക്കും. ഒരുപാട് പേര് ചിലപ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും. കൈ ഉയർത്തിയാൽ മതി, എന്നിട്ട് ഉത്തരം പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരമാരാണ്? നമ്മുടെ സ്കില്ല് പങ്കെടുത്ത് ആണ്, പക്ഷേ ഇവിടെ ജനറൽ ഗോളുകൾ പിടിച്ചിരിക്കുന്നു. ക്ലോസയുടെ ഗോളുകൾ വന്ന കളികളൊക്കെ ഓർമ്മയുണ്ടോ? 16 ഗോളുകളാണ് ക്ലോസ് അടിച്ചിട്ടുള്ളത്. ഈ വേൾഡ് കപ്പിൽ അത് ചിലപ്പോൾ മെസ്സി മറികടക്കാനുള്ള സാധ്യതയുണ്ട്. 13 ഗോളുകൾ മെസ്സിക്കുണ്ട്. അപ്പോൾ മിലൻ ആദ്യ ചോദ്യം തന്നെ അത് ശക്തമായിട്ട് ഗോളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഈ ലോകകപ്പിലെ ഉപയോഗിക്കുന്ന ഫുട്ബോളിന്റെ പേരെന്താണ്? ആ ബോളിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. സാധാരണ ഒരു പന്തല്ല, ആ പന്തിന് ചിപ്പുകളുണ്ട്. 4 പീസ് വെച്ചിട്ട് ചെയ്ത ബോൾ. പന്തിന്റെ ചലനങ്ങൾ അറിയാൻ പറ്റും, ഗോളായോ ഇല്ലയോ എന്നൊക്കെ വളരെ അവിടെ ആരോ ഗൂഗിളൊക്കെ നോക്കുന്നുണ്ട്. ഗൂഗിൾ നോക്കുന്നു. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കൂടി. 2022 ഖത്തർ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളിക്കുള്ള പുരസ്കാരം നേടിയത് ആർക്കായിരുന്നു? അപ്പൊ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, ടൈറ്റ് പിടിക്കാൻ തോന്നുന്നു. ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ ഹാട്രിക് നേടിയ താരം ആരാണ്? അല്ല, ഏറ്റവും വേഗത്തിൽ ഹാട്രിക് അടിച്ച താരം. ഒരു ക്ലൂ തരാം, ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്നുള്ള താരമാണ്. അല്ല, അദ്ദേഹം അടിച്ചത് ക്ലബ് ഫുട്ബോളിലാണ് റെക്കോർഡ് അടിച്ചിട്ടുള്ളത്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ആ റെക്കോർഡ് വന്നിട്ടുള്ളത്. ആർക്കെങ്കിലും അറിയോ? പ്രീമിയർ ലീഗിലാണ് റെക്കോർഡ് വന്നിട്ടുള്ളത്. എന്നാൽ രാജ്യം കൂടി പറയാം, അപ്പോൾ ഏറെക്കുറെ കിട്ടുമെന്ന് തോന്നുന്നു. സെനഗലാണ് രാജ്യം. അഞ്ചാമത്തെ ക്ലൂവിലാണ് പറഞ്ഞത്. പറഞ്ഞ ബോള് കച്ചവടം നടന്നു തോന്നുന്നു. രണ്ടാമത്തെ ബോളായി. അപ്പോൾ ജയേഷേ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിലപ്പെട്ട സമ്മാനം നമുക്ക് ഈ ചെല്ലാനം ഭാഗത്ത് നിന്ന് നമ്മുടെ ഫുട്ബോൾ ആരാധകരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരെയും കാണിക്കാനുള്ളത്. അത് ചെറുതൊന്നും അല്ല, അതിന്റെ മൂല്യം കണക്കാക്കാൻ പറ്റില്ല. ആഗ്രഹമുള്ള ഒരു സംഭവമാണ്. അതെ, തീർച്ചയായിട്ടും അത് കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും നമുക്കത് കാണേണ്ടതുണ്ട്. ആ മെസ്സി തന്നെ കൊണ്ടുവന്ന പന്താണ് നമ്മൾ കാണാൻ പോകുന്നത്. ടെസ്റ്റിലാണ്. നമ്മളിപ്പോൾ ട്രയൻഡോയുടെ കാര്യം പറഞ്ഞിരുന്നു, ഈ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്ത്. പക്ഷേ ടെസ്ല പന്ത് ഉപയോഗിച്ച ലോകകപ്പിലെ ആ പന്താണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റഷ്യൻ വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ബോളാണ്. സാക്ഷാൽ ലയണൽ മെസ്സി ഒപ്പിട്ട് ചെല്ലാനത്തെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ള, അവർക്ക് സമ്മാനിച്ചിട്ടുള്ള പന്താണ്. അത് ലയണൽ മെസ്സി തന്നെയാണ് നമുക്കൊപ്പം, മറ്റു ജൂനിയർ മെസ്സിയാണ് നമുക്കൊപ്പം ഇപ്പോൾ പങ്കുവച്ചിരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കഥ പറയുന്ന ആരാണ്? എന്താണ്, എങ്ങനെയാണ് കഴിഞ്ഞതിന് മുമ്പത്തെ സീസൺ ആയിരുന്നു ഈ ബോൾ ഇവിടെ എത്തിയത്. അപ്പോൾ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ അങ്ങനത്തെ ആവേശം നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നല്ല മഴ സമയമായിരുന്നു. ആ ടൈമിൽ കട്ടൗട്ട് വെച്ചതും വെച്ച് അവർ പോയി. നെക്സ്റ്റ് ഡേ ആ കട്ടൗട്ട് നല്ല കാറ്റിലും മഴയിലും താഴേക്ക് വീഴുകയുണ്ടായത്. ബാക്കിൽ ഒരു തോടായിരുന്നു, ആ തോട്ടിലേക്ക് വീഴുകയും അവിടുത്തെ നാട്ടുകാരും പിന്നെ ഫാൻസും മറന്ന് എല്ലാവരും, ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് തിരിച്ച് ആ കട്ടൗട്ട് കയറ്റുന്നതായിരുന്നു ആ ഒരു വീഡിയോയിലുണ്ടായിരുന്നത്. ആ വീഡിയോ അന്നവിടെ പള്ളിയിൽ അച്ഛൻ, കൊച്ചച്ഛൻ വീഡിയോ എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അത് ബാഴ്സലോണ കാണുകയും അവരുടെ ക്യാമ്പയിനിൽ ഭാഗമാവുകയും
ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും അങ്ങനത്തെ രീതിയിൽ റീച്ച് കിട്ടുകയും ആ വീഡിയോ ഒക്കെ ഉണ്ടായി. അങ്ങനെ ആ വീഡിയോ റീച്ച് കിട്ടുകയും ആ ക്യാമ്പയിനിൽ വിൻ ചെയ്യുകയും ചെല്ലാനത്തെ ആ വീഡിയോ ആയിരുന്നു. അങ്ങനെ ചെല്ലാനത്തെ ആ ആവേശം മെസ്സി സൈൻ ചെയ്ത് ഇവിടെ തിരിച്ച് ബോളായിട്ട് വരികയാണ് ഉണ്ടായത്. അതിപ്പോൾ എങ്ങനെയാണ് കൊറിയറായിട്ട് വരികയാണോ അതോ അവരുടെ ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നോ, നിങ്ങൾ പോയി കളക്ട് ചെയ്തോ? ഇല്ലില്ല, കൊറിയറായിട്ട് തന്നെ ബാഴ്സലോണയിൽ നിന്ന് ചെല്ലാനത്തേക്ക് അയച്ചു തന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഭയങ്കര ഒരു മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അത്ര ആവേശമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതിൽ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ മെസ്സി സൈൻ ചെയ്ത ബോൾ ഒരു ചെല്ലാനോ എന്നുള്ളൊരു ചെറിയൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരു ബോൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ഡൗട്ടാണ്. അപ്പോൾ അത്രയും ആവേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 8 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ മെസ്സിയുടെ സൈൻ ചെയ്ത ബോളിൽ അത്രയും ആവേശം ഉണ്ടെന്നാണെങ്കിൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. മെസ്സി ഒപ്പിട്ട ജേഴ്സി മോഹൻലാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു മൂല്യമൊന്നും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അല്ലേ ജയേഷ്? ഉറപ്പായിട്ടും. കാരണം ഫുട്ബോൾ ഇതിഹാസം ഇക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാൾ ഇങ്ങോട്ട് ചെല്ലാനത്തേക്ക് ഒരു ബോൾ അയക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ആരാധകരുടെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കട്ടൗട്ടിന് പിന്നിൽ വൈരം മറന്ന് ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും എല്ലാം ആരാധകർ ഒന്നിച്ച് ചേർന്ന് ആരാധകർക്ക് അവകാശപ്പെട്ട തന്നെയാണ് ഈ ബോൾ. എന്തായാലും വലിയ സന്തോഷമുണ്ട്. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് അവസാനത്തെ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ആദ്യത്തെ ലോകകപ്പ് വിജയിച്ച ടീം ഏതാ? ഞാൻ അവരോട് എന്തുകൊണ്ട് ചോദ്യം പോകുന്നില്ല എന്നായിരുന്നു എന്റെ ചോദ്യം. ഞാൻ എന്താ പേരെന്താ പോലെ ഫുട്ബോൾ പ്ലെയർ. അപ്പൊ ഈ ഫുട്ബോൾ ഹിസ്റ്ററിയും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല, ചേട്ടൻ പറഞ്ഞറിയുള്ളൂ. ഉറുഗ്വേക്ക് വേണ്ടി സുവാരസിന് വേണ്ടി ഇതാ ഗോൾ വിജയിച്ചിരിക്കുന്നു. ഫുട്ബോൾ സമ്മാനം. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ടീം ചില്ലറക്കാരിയല്ല, പ്ലെയർ ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ സെലക്ഷൻ? എങ്ങനെയായിരുന്നു? എന്നത്തേക്ക് പോകണം? അത് കറക്റ്റ് ഡേറ്റ് കണ്ടില്ല, ഈ മന്തിൽ തന്നെയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ആ രീതിയിലേക്ക് വരിക. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്വിസ് മാറിയിരിക്കുകയാണ്. ക്വിസ് അവസാനിച്ചിരിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ ഈ ചെല്ലാൻ, അതായത് കാൽപന്ത് കളിയിൽ മാത്രമല്ല, അവർക്ക് കാൽപന്ത് കളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്തിന് ലോകകപ്പിലെ ആദ്യ വിജയം പോലും ഓർത്തിരിക്കുന്നു ഇവിടുത്തെ കുട്ടികൾ എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഇനിയിപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് പോകാം. എന്താണ് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന മൂന്നാമത്തെ മത്സരം? ഇനി നമുക്ക് അവസാനമായിട്ട് കട്ട് പോസ്റ്റ് ഗോൾ അടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഗോൾ അടിക്കുക, ബോൾ എടുക്കുക, അതാണ്. അപ്പോൾ ഇനി നിങ്ങൾ റെഡി അല്ലേ? ഗോൾ അടിക്കുക, ബോൾ വാങ്ങുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള മത്സരം തന്നെയാണ്. അപ്പോൾ ജേഷ്, കട്ട് പോസ്റ്റിന് വേണ്ടി താരങ്ങൾ തയ്യാറാണ്. നമുക്ക് ആദ്യത്തെ ആളെ വിളിക്കാം അല്ലേ? ആദ്യം ആരാണ് വരുന്നത്? കട്ട് പോസ്റ്റ് ഗോൾ അടിക്കാൻ ആരാണ് വരുന്നത്? ഇതാ പന്ത്, അതാണ് നമ്മുടെ പൊസിഷൻ, അതാണ് കിക്കിംഗ്. പേരെന്താ? നോയലിനൊരു സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾ കാണികൾ. നോയൽ റെഡി? ഓക്കെ, ജസ്റ്റ് മിസ് ആണ്. ഷോന്റെ ഇഷ്ട ടീം അർജന്റീന. ഓക്കെ, എന്നാ നമുക്ക് പോകാം അടുത്ത കിക്കിലേക്ക്. റെഡി? എംബാപ്പയാണ് കേട്ടെ, പക്ഷേ ഇഷ്ടതാരം മെസ്സിയാണ്. പക്ഷേ പിറകിലേക്ക് നോക്കൂ, എംബാപ്പയാണ്. ഓക്കെ, സമ്മാനം കൊടുക്കണം. എല്ലാവരും കൈയടിക്ക്. അടുത്തയാരാ? ആർക്ക് വേണമെങ്കിൽ വരാം, വരാം. ഒരു മിനിറ്റ് എന്നൊക്കെ പോന്നെ. റെഡി? ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? റെഡി? ഓ, ജസ്റ്റ് മിസ്. കറക്റ്റ്. ഒരു സംശയമില്ല. അപ്പൊ ഇതാ സമ്മാനം. ഓക്കെ, അത് കയ്യടി. അവസാനത്തെ ബോളാണ്. അപ്പൊ നമ്മള് നേരത്തെ ആദ്യം പോയെടുത്തുനിന്ന് രണ്ട് വനിതകളാണ് ട്രൈ ചെയ്തത്. അതിൽ ഒരു ചേച്ചി പന്തടിച്ച് ഗോളാക്കി മാറ്റി നമ്മുടെ പന്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്ത ആൾ ചെല്ലാടത്ത് വരികയാണ്. ജയന്തി. ഈ ഫുട്ബോൾ ആവേശത്തിനൊക്കെ ഒപ്പമാണോ അതോ പിള്ളേർക്ക് പറയാറുണ്ട്? മോനുണ്ട്. പിന്നെ പ്രശ്നമില്ല, പിള്ളേർ കളിക്കട്ടെ എന്ന് തന്നെയാണ്. വളരെ നല്ല കിക്കായിരുന്നു, ഗംഭീര കിക്കായിരുന്നു. പക്ഷേ ജസ്റ്റ് മിസ്സാണ്. അടുത്ത ആള് നദാലിന്റെ ശക്തി പോരാ. എത്രാം ക്ലാസ്സിലാ? 3.
മെസ്സി. വേറെ ചോദ്യം ഓപ്ഷൻ ഒന്നുമില്ല, വേറെ മെസ്സി. അപ്പൊ റെഡി, ഓക്കേ മോനെ അടിച്ചോ. നോക്കി പോസ്റ്റിൽ അടിക്കുക. ഒരു വലിയ കൈയടി, വലിയ കൈയടി, ഗംഭീരം, വൻ പ്രൊഫഷണൽ, ഒരു രക്ഷയില്ലാത്ത കിക്ക്. അപ്പൊ ഇതാ സമ്മാനം. അപ്പൊ ഇത് സമ്മാനം ഷറല്ലേ ഗംഭീരമായിട്ട്, അതായത് നമുക്ക് നീ കൂട്ടുകാരൊക്കെ പോയി ഒപ്പം കളിക്കോ ഇത് ഈ ബോൾ വെച്ചിട്ട്? ഓക്കെ ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അതിഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു ജയേഷ്. ഇനി പന്തടിക്കാൻ ആൾക്കാർ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ വേൾഡ് കപ്പ് ഇതാ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടുള്ളൂ. വേൾഡ് കപ്പ് ഇനി തുടങ്ങുമ്പോൾ അതിന്റെ ആവേശത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരും. കാരണം ഇവിടുത്തെ ആരാധകരെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രത്തോളം ഫുട്ബോളിനെ നന്നായി സ്നേഹിക്കുന്ന ആരാധകരാണ് ഇവിടെ. പക്ഷേ ലയണൽ മെസ്സി തന്നെ അംഗീകരിച്ചിട്ടുള്ള ആരാധകരാണ് ഉറപ്പായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ ഈ ആവേശം ഇനിയുള്ള ഒരു മാസക്കാലം ഇവിടെ ഉണ്ടാകും. ആ യാത്രക്കൊപ്പം തന്നെ സ്പോർട്സ് റിപ്പോർട്ടറും ഉണ്ടാകും. ഇതേ ആവേശങ്ങളുമായി പല കേന്ദ്രങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാം അല്ലേ ജയ്? ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും ബൈ ബൈ. ബൈ ബൈ.